പോസ്റ്റ്മോർട്ടം കഴിയുന്നതിന് മുമ്പ് ഇവർ ഗൂഢാലോചന തുടങ്ങി. റോഡിൻ്റെ അങ്ങോട്ടാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അവരാണ് ഇവിടെ വന്ന് എൻ്റെ മോളെ എടുത്തിട്ട് അടിച്ചിട്ട് പോയത്. ഓടി വന്ന് എന്നെ അടിക്കുകയാണ് ചെയ്തത്. അടിക്കുകയും ചെയ്തു. താക്കോല് കയ്യിലുണ്ടായിരുന്നു. അടിച്ചു. ഇവിടെ എനിക്ക് മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഒരമ്മയുടെ നീതിയുടെ പ്രശ്നമാണ്, അവരുടെ ജീവൻ്റെ പ്രശ്നമാണ്, അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. നമസ്കാരം. നെയ്യാറ്റിൻകര അരുമാനൂർ പള്ളിവിള ലക്ഷം വീട്ടിൽ ശ്യാമളയമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ശ്യാമളയമ്മയുടെ രണ്ടാമത്തെ മകൻ രാജീവൻ കുറച്ച് നാളുകൾക്ക് മുൻപ് മരത്തിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇവരുടെ മൂത്ത മകൻ പീതാംബരൻ മറ്റൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ച് തൊട്ടപ്പുറത്താണ് താമസം. ശ്യാമളയമ്മയും വളർത്തുമകളായ സാക്ഷയും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷേ ഈ പീതാംബരൻ്റെ ഭാര്യയും അവരുടെ സഹോദരങ്ങളും ഇവരെ നിരന്തരം ഉപദ്രവിക്കുകയും അവരാണ് ഇവിടെ കയ്യേറി താമസിച്ചു കൊണ്ടിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നിരന്തരം ഉപദ്രവിക്കുന്നത് കൊണ്ട് ഇവർ കളക്ടറോട് പരാതിപ്പെടുകയും കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്ഥലത്തെത്തി അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റു വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ ഈ കഴിഞ്ഞ 23-ാം തീയതി ഈ പീതാംബരൻ്റെ, അതായത് ഈ ശ്യാമളയമ്മയുടെ മകൻ പീതാംബരൻ്റെ ഭാര്യ മിനിയുടെ സഹോദരിമാരായ 2 പേർ, ബിനിയും ബിനിതയും, ഇവിടെ അതിക്രമിച്ചു കയറുകയും ഇവരുടെ മകളായ സാഷയെ മർദ്ദിക്കുകയും ചെയ്തു. സാഷ 5 ദിവസം പൂവാർ പബ്ലിക് ഹെൽത്ത് സെൻ്ററിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പൂവാർ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ്. എൻ്റെ മകൻ മരിച്ച്, രണ്ടാമത്തെ മകൻ മരിച്ച്. അവന് സ്വത്ത് വേണമെന്ന് വേണ്ട, അവൻ കൊണ്ടുവന്ന് കോടതി കൊണ്ടുവന്ന് ആര് കൊടുത്തു? പീതാംബരൻ, മൂത്ത മകൻ. പീതാംബരൻ കൊടുത്തു. ഇവിടെ എനിക്ക് നോട്ടീസ് വന്നപ്പോൾ ഞാൻ എൻ്റെ കൂടി ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നവൻ. ഞാൻ എന്തെങ്കിലും ചോദിക്കുക പറയുക ചെയ്യണമെന്ന് വേണ്ടിട്ട്. അപ്പം ഞാൻ അവൻ്റെ കൊച്ചുമകളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ മരണത്തിനാണ് വന്നത്, നിങ്ങളങ്ങ് താഴെ പോകണില്ലേ അച്ഛനും അമ്മയെന്ന് കേട്ട്. അവൻ ഇവിടെ വന്ന് എന്നെ കുറേ അസഭ്യ പള്ളും വിളിച്ച്. മൂത്ത മകൻ രാജീവ്. അപ്പോൾ പീതാംബരം വന്ന് കുറേ പള്ളും വിളിച്ച്. ഞാനിവിടെ ഇറങ്ങില്ല, നിങ്ങൾ ഇറങ്ങുമ്പം തന്നെ ഞാനും ഇറങ്ങുള്ളൂ വേണ്ടി എൻ്റെ കിടന്ന് ബഹളം. ഈ പീതാംബരൻ ഇപ്പോൾ താമസിക്കുന്നത് അമ്മയുടെ പേരിലുള്ള എൻ്റെ കുടുംബ വീട്ടിൽ തന്നെ വീട്ടിലാണ്. അവിടെയാണ് ഈ പീതാംബരനും അവരാ കുടുംബവും താമസിക്കുന്നത്. അവളെ അനിയത്തിമാരങ്ങ് റോഡിൻ്റെ അങ്ങോട്ടാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അവരാണ് ഇവിടെ വന്ന് എൻ്റെ മോളെ എടുത്തിട്ട് അടിച്ചിട്ട് പോയത്. പിന്നെ ഇതുപോലെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും അവരാരും ഒന്നും വേണ്ടി കേട്ടില്ല. അങ്ങനെയാണ് ഞാൻ കളക്ടറേറ്റിൽ പോയത്. അവിടെ വന്ന് അവർ വിളിച്ച് വന്നു, ഇനി ഇവിടെ വന്ന് എന്താ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പോൾ അതായത് അവരെ സാധനങ്ങൾ പറക്കൊണ്ട് പോകാനോ എൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു തരാനോ അവർ വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഇളയമകൻ രാജീവൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടിയ പണം കിട്ടിയില്ല. അവന് വേണമെണ്ട വന്നിക്കുകയാണ്. മൂത്ത മകന് വേണമെണ്ട് നിൽക്കുകയാണ്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്കാണ് കിട്ടാനുള്ളതെന്ന് ഞാൻ അന്ന് വന്നവരോട് പറഞ്ഞു വിട്ടു. അത് ഞാനാണ് നോമിനിയെ വെച്ചിട്ടുള്ളത്, എനിക്ക് കിട്ടുന്നത് വേണ്ടാണ് അവൻ നിൽക്കുന്നത്. അതിന് എന്തരാണെന്ന് എനിക്കറിഞ്ഞു. അതിലിപ്പോൾ ഈ പീതാംബരന് ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം ഉണ്ടായേക്കാം. പക്ഷേ പീതാംബരൻ്റെ ഭാര്യയുടെ സഹോദരിമാർക്ക് വരേണ്ട കാര്യമില്ല. അവരല്ലേ മോളെ എടുത്തിട്ട് അടിച്ചിട്ട് പോയത്. അത് 1000 രൂപ ഇങ്ങനടി എൻ്റെ പിള്ള എവിടെയടിയെന്നും കാട്ടുകൊണ്ടാണ് അവരടിക്കുന്നത്. പിള്ളയെന്ന് പറഞ്ഞാൽ അവളെ മോൻ ഇവിടെ നിന്ന് അപ്പോൾ പോലീസ് വരട്ടി അങ്ങ് പോവാൻ പറഞ്ഞു അവരോട്. അങ്ങനെ അവൻ അങ്ങ് പോയി. എൻ്റെ പിറക്കേനാണ് അവർ വന്ന് ഈ അടിയെ എൻ്റെ പിള്ളയെ അടിച്ചത്. ഇവർ പറയുന്നത് ഈ സംഭവം നടക്കുന്ന 23-ാം തീയതി ഈ മിനിയുടെ സഹോദരിമാർ ഇവിടെ അതിക്രമിച്ച് കയറി സാക്ഷിയെ മർദ്ദിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ, അദ്ദേഹം ഇവിടെ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. അദ്ദേഹം യാദൃച്ഛികമായി ഇത് കാണുകയും ഇവരെ താക്കീത് ചെയ്ത് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പിന്നീട് ഇവർ അനുസരിക്കാത്തത് കൊണ്ട് ഇത് മൊബൈലിൽ പകർത്തി, ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ യഥാർത്ഥ അമ്മയല്ലേ? ഇല്ല, യഥാർത്ഥ അമ്മയല്ല. പിന്നെ 1.5 വയസ്സായപ്പോൾ തന്നെ വളർത്തി. നിങ്ങളുടെ അമ്മയൊക്കെ അമ്മയും അച്ഛനും മരണപ്പെട്ടു പോയി. പിന്നീട് ഈ അമ്മയാണ് വളർത്തിയത്. ഈ പീതാംബരനും രാജീവനും സ്വന്തം സഹോദരനെ പോലെ പോലെയായിരുന്നു. ഇപ്പോൾ എന്താണ് 23-ാം തീയതി എന്താണ് ഉണ്ടായത്? 23-ാം തീയതി അമ്മ കളക്ടറേറ്റിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പ്രകാരം ഇവിടുന്ന് പൂവാർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇവിടെ വന്നിരുന്നു. 23-ാം തീയതി വന്നു. അവർ ഇവിടെ മൂത്ത അണ്ണൻ്റെ സഹോദരൻ മോൻ ഇവിടെ ഉണ്ടായിരുന്നു.
അതായത് പീതാംബരൻ്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു. സാറ് കേട്ട് നിൻ്റെ അച്ഛനും അമ്മയും എവിടെ നേരം പറഞ്ഞു അവരിവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് നിങ്ങളെ സാധനങ്ങളെല്ലാം വാരി മാറ്റി കൊടുക്കണം, ഇവിടെ അമ്മയ്ക്ക് ഇനി സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഇതാണ് പോലീസ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മോൻ പറഞ്ഞു പിന്നെ അച്ഛനും അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നാ നിൻ്റെ വീട്ടിൽ പോകും, താഴെ നിങ്ങൾക്ക് ഒരു വീട് തന്നിട്ടില്ലേന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴവൻ അനുസരിച്ചില്ല. അവൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല, ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് കിടക്കുള്ളൂ എന്ന് പറഞ്ഞു. പോലീസിനോട് പറഞ്ഞു. 16 വയസ്സ്, അവൻ ഇപ്പോൾ +1 ആയതേ ഉള്ളൂ. അപ്പം സാറ് എന്നെ പിടിച്ച് ഇറക്കി വിട്ടു. അവൻ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ സാറ് പറഞ്ഞു ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ നേരെ സ്റ്റേഷനിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ ഉടനെ ഇവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ ഇവിടെ നിന്ന് റിപ്പോർട്ടൊക്കെ എഴുതി കൊണ്ട് പോയി. അവർ സ്റ്റേഷനിൽ എത്തി കാണത്തില്ല. അതിനു മുന്നേ തന്നെയാണ് എൻ്റെ അണ്ണൻ്റെ പെണ്ണിൻ്റെ 2 അനിയത്തിമാരും വരെയും ഇവിടെ എന്നെ അടിക്കുകയും ബിനിതയും വിജിതയും അവർ വന്ന് ഉടനെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, അതായത് ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി അവർ വന്നതാണ്. ഒരു 1000 രൂപ ഞാൻ കൊടുക്കാനുണ്ട്, അത് എവിടെയും കേട്ടും കൊണ്ടാണ് എൻ്റെ കൂടി വന്നത്. അങ്ങനെ രണ്ടാമത്തെ അനിയത്തി അതായത് വിനിത ഓടി വന്ന് എന്നെ അടിക്കുകയും ചെയ്തു. താക്കോല് കയ്യിലുണ്ടായിരുന്നു, അടിച്ചു. ഇവിടെ എനിക്ക് മുറിവൊക്കെ ഉണ്ടായിരുന്നു, കയ്യിലൊക്കെ പാടിയതുകൊണ്ട് ഇപ്പം മാറി കുറേയൊക്കെ. അങ്ങനെ അവർ അടിച്ചു. പിന്നെ ബിനി എന്നെ ചവിട്ടി. ഇവിടെ അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ഹസ്ബൻഡ് ആൾക്കാരൊക്കെ കൂടി കയറി പിടിച്ചു. സംഭവ സ്ഥലത്ത് ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. അവർ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്, പാസ്പോർട്ടിൻ്റെ അവിടെ. അപ്പോൾ സാർ ഇവിടെ സിവിൽ ഡ്രസ്സിലുണ്ടായിരുന്നു. പക്ഷേ സാർ നിൽക്കുന്നത് കണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവരിവിടെ നിന്ന് പെട്ടെന്ന് പോയി. ഹോസ്പിറ്റലിലായിരുന്നു 5 ദിവസം കിടന്നു. പിന്നെ തിരിച്ച് അവർ പോയതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഇവിടെ പോലീസിനെ വിളിച്ചു. അവരിവിടെ സംഭവ സ്ഥലത്തെത്തി, വീണ്ടും എത്തി. ഇപ്പോൾ ഈ പ്രതികളെന്ന് FIR ഇട്ടിട്ടുണ്ടല്ലോ, ഈ ബിനിതയുടെയും വിജിതയുടെയും പേർക്ക് പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെവിടെയാണുള്ളത്? ഇപ്പോൾ ഇവരിവിടെ രണ്ടുപേരും റോട്ടിലാണ്. ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കുറച്ച് 2-3 വീടിനപ്പുറത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഒരാൾ റോഡിനെ മറു സൈഡും വാടകയ്ക്ക് താമസിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ ഇവിടെ താമസിക്കാൻ? പേടിയാണ്, സത്യം പറഞ്ഞാൽ പേടി തന്നെയാണ്. ഇവിടെ ആർക്കും, നമ്മളെ ഈ അയൽവട്ടത്തുള്ള ആർക്കും അമ്മേരെ ബന്ധുക്കൾക്ക് പോലും ഇവിടെ വരാൻ പേടിയാണ്. കാരണം പേടിച്ചിവിടെ വന്ന് നിൽക്കുക. അമ്മ പോലും പേടിച്ചിവിടെ കിടക്കില്ലായിരുന്നു. പകലൊന്നും നിൽക്കില്ല, രാത്രി വന്ന് കിടക്കണതാണ്. പിന്നെ 1-2 ദിവസമൊക്കെ പേടിച്ച് എൻ്റെ അമ്മേരെ സഹോദരൻ്റെ വീട്ടിലാണ് ഭക്ഷണമൊന്നും വെച്ച് കഴിക്കാനൊക്കെ പേടിയായിരുന്നു. ഇപ്പം ഇവിടെ കളക്ടറേറ്റിൽ നിന്നൊക്കെ ഇത് വന്നു. പിന്നെ ഇന്നലെ നമ്മുടെ കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ അവർ ഇതിലോട്ട് പോയിട്ടുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തു, വക്കീൽ മുഖാന്തരം നമുക്ക് ഏൽപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. അതിൽ പ്രകാരമാണ് ഇപ്പം അമ്മ ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നത്. ഇവർ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അവിടെ കിടന്ന് എല്ലാവരും കൂടെ വന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളാണ് അത് എടുത്ത് വളർത്തിയത്. ആ കൊച്ചിനെ അടിക്കാണ്ടോടെ നമ്മളെല്ലാവരും കൂടെ വളഞ്ഞു കൂടി നിന്ന് നമ്മൾ അവരെ അടിക്കാൻ പോയില്ല. അപ്പോൾ നമ്മൾ പേടിച്ച് ഇവിടെ ഒതുങ്ങി നിന്ന്. അപ്പോൾ ഒരു പോലീസുകാർ വന്ന് മൊബൈൽ പിടിച്ച് ഇവിടെയൊക്കെ വായിച്ചു. അവർ കയറി ഇവരെ മർദ്ദിക്കുന്നതാണോ നിങ്ങൾ കണ്ടത്? അവരൊക്കെ എടുത്തിട്ട് അടിക്കുക നമ്മൾ കണ്ട്. അപ്പോൾ അത് നമ്മളാരും ഒന്നും വേണ്ടിയില്ല ഉണ്ടാകുന്നത്. നമ്മളെ ഈ വീട്ടുകാരെല്ലാവരും ഉണ്ട് ഇവിടെ, പെണ്ണുങ്ങൾ. അതുകൊണ്ട് നമ്മളാരും ഒരു ഗുണവുമില്ല ദോഷവും ആരോടും സംസാരിക്കാൻ പോയില്ല. ആ കൊച്ചിനെ എടുത്തിട്ട് അടിച്ച് കൊച്ചു ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നു ഇന്നലാറ്റം വന്നതേ ഉള്ളൂ. ശരി, എന്താണ് നടന്നത്? ഇവിടെ നടന്നത് പെണ്ണവിടെ നിന്ന്. അപ്പം അവള് വന്ന 1000 രൂപ താടിയെന്ന് ഞങ്ങളെ മതിനീരം അനിയത്തി അന്ന് ചോദിച്ചു. അപ്പം അവള് പറഞ്ഞു അവൾക്ക് പൈസ കൊടുക്കാനില്ലെന്ന് അവള്. അപ്പോൾ വേണം നീ എഴുതി എൻ്റെ പിള്ളേരെവിടെയടി, എൻ്റെ പിള്ളേരെ നിങ്ങൾ കൊന്നോടി എന്നും പറഞ്ഞ് ചോദിച്ചു. അപ്പം ഇവള് പറഞ്ഞു ഇല്ല. അതിന് മുമ്പേ അവളെ പിടിച്ചിട്ട് അടിക്കുക ചെയ്തു. ആ മരത്തിൻ്റെ അവിടെ ഇട്ട് അടി കൊടുത്തു. ശരി വേറെ കൊടുത്തവൾക്ക് കൊടുത്തിട്ട് വഴക്കും പറഞ്ഞിട്ട് പെയ്യൂട്ടങ്ങ്. തികച്ചും അവിചാരിതമായിട്ടാണ് മരിക്കുന്നത്. അവൻ പോലും പ്രതീക്ഷയില്ല, ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല. എൻ്റെ വീട്ടിനിടയിലുള്ള മരത്തിൽ നിന്നാണ് വീണത് റോഡിൽ. അപ്പോൾ അത് തൊട്ട് അവൻ്റെ പോസ്റ്റ്മോർട്ടം കഴിയുന്നതിന് മുമ്പ് ഇവർ ഗൂഢാലോചന തുടങ്ങി. നേരത്തെ ഉണ്ണി ഇവിടെ ഇല്ലായിരുന്ന സമയത്തും, രാജീവനാണ് ഉണ്ണി കേട്ടോ, ഉണ്ണി ഇവിടെ ഇല്ലായിരുന്ന സമയത്തും ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ പ്രകടമായിട്ടും പരോക്ഷമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്കാവുന്നത് അവൻ അവിചാരിതമായിട്ട് മരിക്കുകയും കാര്യങ്ങൾ അവരെ കൺട്രോളിലാവുകയും ചെയ്തു എന്നതിലാണ്. അതിൽ സാക്ഷ എന്ന് പറയുന്ന ചക്കി എന്നാണ് പേര്. സാക്ഷ ഇവിടെ സ്ഥിരം ഇവിടെ നിന്നാണ് പഠിച്ചത്. ഇവിടെ നിന്ന് ME ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവൻ്റെ മകൻ്റെ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ പോയി അത് കഴിഞ്ഞ് എപ്പോഴും ഒരു കണ്ണലെ കരടാണ്. ഇവർക്ക് കള്ളിക്കാട് കുറേ സ്ഥലമുണ്ട്. അതിൽ കൊണ്ടൊരു കേസും കൊടുത്ത് ബാക്കിയുള്ള ചുറ്റികളെല്ലാം നടത്തി അവസാനം കളക്ടറേറ്റിൽ പോയി അനുമതി കഴിച്ച് അമ്മയ്ക്ക് ഇവിടെ കയറേണ്ടി വന്നു. ഒരമ്മയുടെ ഗതികേട് മനസ്സിലാക്കുക. എനിക്കുണ്ടമ്മ, ഈ നാട്ടുകാർക്ക് ഈ പ്രേക്ഷകർക്കും കാണും അമ്മ. ഒരു മകൻ താങ്ങും തണലുമായിട്ട് നിന്നിട്ട് അവരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അവരെ കൂട്ടിരിക്കാൻ വേണ്ടി ഈ മൂത്ത മകൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും
ജോലി രാജിവെച്ച് ഇവിടെ വരികയും അവിടെ ഹോണ്ടോ എന്ന കമ്പനിയിൽ സബ്ബായിരുന്നു അവൻ. അവിടെ നിന്ന് ഇവിടെ രാജിവെച്ച് വരികയും അവരെ കാര്യങ്ങൾ അക്ഷരം തെറ്റാതെ അക്കമിട്ട് നിരത്തി പറയാം, അതെല്ലാം ക്ലിയർ കട്ടായിട്ട് നോക്കുകയും എന്ത് മക്കളായാലും സ്വന്തം പേര് എഴുതി തന്നാലേ അമ്മ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതുപോലും ചെയ്യാതെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നതിനിടയിലാണ് അവൻ മരിച്ചു പോകുന്നത്. അത് വീണ്ടും വിധിയാക്കിക്കൊണ്ട് ഈ മിനി എന്ന് പറയുന്ന പീതാംബരൻ്റെ വൈഫും അവരുടെ അന്ന് ആ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇല്ല. അവരെ മൂത്ത മകൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ചെന്ന് ഈ പറയുന്ന മിനിയുടെ സഹോദരിമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായ പ്രശ്നമാണ് ഇത്. ആ 1 മിനിറ്റും 21 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലുള്ളത്. ഇവരുടെ കഷ്ടകാലമോ അതോ ഉണ്ണിയുടെ ആത്മാവ് ചെയ്യിച്ചെന്നറിയില്ല. ഇവിടെ ഒരു പോലീസുകാരൻ ആ പ്രസൻറ്റ് ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ വീഡിയോയിലും ക്യാമറയിലും ഇത് കംപ്ലീറ്റ് റെക്കോർഡഡായി. ഇതെല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു. പക്ഷേ ഇഴയുന്ന അന്വേഷണ സംവിധാനം എന്തുകൊണ്ടാണെന്ന് എഴുതുന്നതെന്നറിയില്ല. അത് പൊളിറ്റിക്കൽ ബാക്കപ്പാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഇതിനൊരു ന്യായം ഉണ്ടാവണം. ഒരമ്മയുടെ നീതിയുടെ പ്രശ്നമാണ്, അവരുടെ ജീവൻ്റെ പ്രശ്നമാണ്, അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. അത് കൃത്യമായി പാലിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ചെവിക്കൊള്ളണം. അതിനുവേണ്ട നടപടി ഉണ്ടാവണം. ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർ പട്ടികജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവർക്കെതിരെ മൊഴി നൽകാൻ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പലരും തയ്യാറല്ല. കാരണം SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസുണ്ടായാൽ അത് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെ പലരും ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് മറിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബം ജയിലിനകത്താകുമായിരുന്നു. ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് വളരെ സമർത്ഥമായി ദുരുപയോഗം ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. എന്തായാലും ഇവർക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറമാൻ ജെയിൻ ശിവൻസിനൊപ്പം സുമേഷ് മാർക്കോപോളോ, DNA ന്യൂസ്.